ഞാനൊരു സ്വപ്നം കാണുകയാണ് ഉറക്കത്തിൽ. നമ്മുടെ ഒരു മ്യൂസിക് ടീച്ചേഴ്സിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത് മ്യൂസിക് ഇല്ലാത്തവരെയാണ് മ്യൂസിക് പഠിപ്പിക്കേണ്ടത്. അതായത് എനിക്ക് തോന്നണത് അഭിനയിക്കാൻ ആഗ്രഹിക്കാതെ ലോകത്തിൽ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അങ്ങനെ സംഗതിയുണ്ട്. പക്ഷെ ചോദിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നാറ്. ഒരാൾക്ക് വേണ്ടി 3 മണിക്കൂർ കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു പൈസ മേടിക്കാറില്ല അതിന്. അപ്പോൾ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഗ്രൂപ്പിൽ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു കള്ളുകൂടിയനാണ് ഇത്, ഫുൾ ടൈം തണ്ണി അടിക്കുന്ന ആൾ. ഇവൻ വന്നു കഴിഞ്ഞിട്ട് പറയാണ്, അലക്സ് സാറേ 100ാമത്തെ വർഷത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് അലക്സ് പോൾ സാറിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അലക്സ് പോൾ സാർ വരുമെന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി പ്ലേലിസ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകളുടെ സംഗീത സംവിധായകനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. യെസ്, ഹീ സിറ്റിംഗ് ഇൻ റൈറ്റ് ഫ്രണ്ട് ഓഫ് മീ. സർ, വെൽക്കം. സാക്ഷാൽ അലക്സ് പോളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരുപാട് സന്തോഷത്തോടെയും ബഹുമാനത്തോടുകൂടിയും വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ സർ. ഞാൻ CMSൽ പഠിച്ചിറങ്ങിയൊരു കുട്ടിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ സാറിൻ്റെ പേര് കേൾക്കുമ്പം ആദ്യം ഓടിയെത്തുന്നത് ഒബ്വിയസ്ലി എൻ്റെ കൽബിലെ എന്നുള്ള പാട്ടാണ്. സാർ CMS എന്നുള്ളൊരു ക്യാമ്പസിലെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ലൈക്ക് ആ സമയത്തൊക്കെ സാർ അവിടെ ഉണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്തൊക്കെ? സാധാരണ ഇതിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ തിരക്ക്, ഒരു പടം കഴിഞ്ഞ് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടി തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് ഷൂട്ട് ചെയ്യണ സമയത്തൊന്നും ലൊക്കേഷൻ മിക്കവാറും പോകാൻ പറ്റാറില്ല. പക്ഷേ ഈ ഒരു പടത്തിൽ ഞാൻ പോകാനായിട്ടൊരു സാധ്യത വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കാറ്റാടി തണലും എന്നുള്ളൊരു പാട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ആക്ച്വലി ആ ഒരു സിറ്റുവേഷന് ഒരു അടിപൊളി പാട്ടായിട്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യം കഥ പറഞ്ഞപ്പോൾ ആ സിറ്റുവേഷനെ പറ്റി വിവരിച്ച് എന്താണെന്ന് വെച്ചാൽ എക്സ്കർഷൻ പോകുമ്പോഴൊരു പാട്ട്. അപ്പോൾ നിലവിൽ എക്സ്കർഷൻ പോകുമ്പോൾ ഒരു അടിപൊളി പാട്ടല്ലേ വേണ്ടത്. അപ്പോൾ ആ രീതിയിലൊരു പാട്ടാണ് വെച്ചിരുന്നത്. പിന്നീട് കഥ കുറച്ചുകൂടിയൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റും അടുക്കുന്നതോറും ഒന്നുകൂടിയൊക്കെ മിനിക്കലും പണികളൊക്കെ വരും. അതിനിടയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ ലാൽകൃഷ്ണൻ ഏറ്റെടുത്തു. അപ്പോൾ ലാലൊക്കെ ആയിട്ടിരിക്കുന്നതും ഞാനൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായി അതല്ല വേണ്ട അവിടെ. പിന്നീടാണെങ്കിൽ പോലും ആ പാട്ട് കേൾക്കുമ്പോൾ കണ്ണിന്ന് ഒന്ന് പൊടിയണം. അങ്ങനെയാണ് കാറ്റാടി തണെന്നുള്ള പാട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ പാട്ട് ഞാൻ പറഞ്ഞു, അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽ ജോസിനോട് പറയുകയാണ്, ഞാനൊന്ന് മാറ്റി ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, പുള്ളി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങനെയല്ല, ആ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, പുള്ളി ഷൂട്ടിൻ്റെ ഇടയിലാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സ്വന്തം റിസ്കിൽ ശരത്ത് വേലാനെ കൊണ്ട് പറഞ്ഞിട്ട് ലൈൻ ചെയ്തിട്ട് കമ്പോസ് ചെയ്ത് ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ലൊക്കേഷനിൽ പോയിട്ട് പുള്ളിനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. കേൾപ്പിച്ചു കൊടുത്താൽ പുള്ളി വന്നെ കറക്റ്റ് ഈ പാട്ടാണ് വേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ കോളേജ് കാണാനും പരിസരം കാണാനും എല്ലാം കഴിഞ്ഞു. അതാ അതെ. അപ്പോൾ നിങ്ങൾ പഠിച്ച കോളേജ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റി. ഓക്കെ. അപ്പം അതുപോലെ എനിക്ക് സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അതായത് മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ ഐക്കോണിക് കുറച്ച് സോങ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം സാറ് ഡയറക്റ്റ് ചെയ്ത സോങ്സാണ്. അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ്, അവർക്ക് വേണ്ടി മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭാഗ്യമാണോ എന്നറിയില്ല. ഈ പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വളരെ സെലക്റ്റീവ് ആണല്ലേ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളായിരുന്നു. പൃഥ്വിരാജ്, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഞാനല്ല, ദൈവമാണെന്ന് പറഞ്ഞ്. അതായത് ഞാനൊരിക്കലും ചെറിയ പടങ്ങൾ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ പടം സൂപ്പർ ഹിറ്റായി. അങ്ങനെ തന്നെ വരുന്ന പടങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നു. മറ്റുള്ളവർ എന്നെ സമീപിക്കാറില്ല, ചെറിയ ടീമുകൾ ആരും എന്നെ സമീപിക്കാറില്ല. അതാണ് സത്യം. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാറിനെ കൂടി ചെയ്യാൻ പറ്റി. അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ പാട്ടുകൾ അത്ര മികച്ചുകൊണ്ടാണോന്നില്ല. ഒരു സൂപ്പർ സ്റ്റാറുള്ള ആൾക്കാർ അഭിനയിക്കുന്നു, അതുപോലത്തെ ഡയറക്ടേഴ്സൊക്കെ ആ വിഷ്വലൈസ് ചെയ്യുക എല്ലാം ചെയ്യുമ്പോൾ ആ പാട്ടിന് കൂടുതലും മധുരമായിട്ട് തോന്നും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ
കുപ്പയിലുള്ള മാണിക്ക് എപ്പോഴും തിരിച്ചറിയണമെന്നില്ല. അവരുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്, അതായത് അവർക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ. ഫീഡ്ബാക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുറ്റത്തെ മുല്ല എന്നുള്ള പാട്ട്, ആ പാട്ട് ഷൂട്ടിങ്ങിന് മുന്നേ ലൊക്കേഷനിൽ എല്ലാവരും, ഈ സിനിമ എന്ന് പറയുന്നൊരു കൂട്ടായുള്ള പ്രവർത്തനമാണ്, എല്ലാവരും അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് മുറ്റത്തെ മുല്ല വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ഒരു തോന്നൽ വന്നു. അത് മെലഡി ആയുള്ള സോങ്ങാണ്, ലവ് സോങ്ങാണ്. അപ്പോൾ അങ്ങനെ അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോൾ അത് പൊതുവെ മമ്മൂട്ടി എല്ലാവരും പറയുകയാണ് അത് വർക്കൗട്ട് ആവില്ല, അവിടെ വന്ന് പ്രശ്നമാവുമെന്ന് പറയുന്നു. പക്ഷേ ഷാഫിയുടെ റിംഗ് ടോണായിട്ട് മരിക്കുന്നവരും പുള്ളി ആ റിംഗ് ടോൺ മുറ്റത്ത് മേലെ വെച്ചിരുന്നു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മെലഡി. അപ്പോൾ അയാൾ ധർമ്മസങ്കടത്തിലായി. ഫൈനലി അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ സിനിമ ഡയറക്ടർ തന്നെയാണ്, റാഫി എന്ന് പറയും. റാഫി മെക്കാളുടെ റാഫിയാണ്. ഇക്കയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ്, ഇക്ക ഇങ്ങനെ എല്ലാവരും പറയുകയാണ് ഈ സിറ്റുവേഷനിൽ വേണ്ടെന്ന് പറയുന്നത്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റണോടാ, പ്രശ്നം പോകുന്നത് പാട്ട് വേണ്ടാന്ന് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്താൽ മതി, ഒരാൾ സപ്പോർട്ട് ചെയ്യാനുള്ള. ഇക്കയുടെ അടുത്ത് പോയത് അങ്ങനെയാണ്. അപ്പോൾ ഇക്ക പറയുകയാണെങ്കിൽ ചെന്നിട്ട് മമ്മൂട്ടിയോടൊക്കെ പറയാമല്ലോ, ഇക്ക പറഞ്ഞു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നേരിട്ടാണ്. ഒരാൾ സപ്പോർട്ട് ചെയ്യാനുള്ള, പ്രൊഡ്യൂസർമാർ ആരും സമ്മതിക്കണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ആലോചിച്ചപ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്താണെങ്കിലും വേണമെന്നല്ലേ പറയുള്ളൂ, പാട്ട് വരുത്താനല്ലേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ പുള്ളി വന്നിട്ട് ഇടോ താനൊന്ന്, നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ, ഒന്ന് വരണമെന്ന് പറയാം. അങ്ങനെ ഞാൻ വൈറ്റ് ഫോർട്ടിലായിരുന്നു. വൈറ്റ് ഫോർട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ അവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, എല്ലാവരും പറയുന്നത് ഇക്ക വരെ അത് വേണ്ടെന്നാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എൻ്റെ ആരാന്ന് ചോദിച്ചു. അന്ന് അങ്ങനെ ചോദിച്ചു, അല്ല എൻ്റെ ഡയറക്ടറാണോ അല്ലെങ്കിൽ താനിങ്ങനെ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ 1000 പേര് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ആ പാട്ട് അവിടെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് നോക്കണം, അല്ലെ പിന്നെ എന്തിനാണ് ഡയറക്ടർ വെക്കണത്? അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് ആ പാട്ട് വേണമെന്ന് തോന്നുന്നു, എല്ലാവരും പറഞ്ഞ് വേണ്ടാന്ന് പറയണം, നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ട് നിങ്ങൾ വെക്കുക തന്നെ ചെയ്യണം, അല്ലെ പിന്നെ എന്തിനാണ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റ് എനിക്ക് തന്നിരിക്കുന്നത്? അല്ലേ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതായത് ഈ സിനിമയിലെന്ന് പറയുന്നത് എല്ലാവരും പ്രഗത്ഭരായുള്ള ആളുകളാണ്, ഓരോ മേഖലകളിലും എല്ലാവരും കഴിവുള്ളവരാണ്. അപ്പോൾ നല്ലത് ചൂസ് ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത് ഒരു ഡയറക്ടർക്ക്. അതാണ് അവരുടെ പണി, അല്ലാണ്ട് ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായത്? അത് മ്യൂസിക് ചെയ്യുന്നവരറിയാവുന്നവരാണ്, ക്യാമറ ചെയ്യുന്നവരറിയാവുന്ന, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ഇതാണ് നല്ലത്, ഇത് മോശമാണ് തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അത്, അല്ലേ ഈ ഷോട്ട് കറക്റ്റാണ്, അഭിനയം ഇത്രയും മതി, പിന്നെ മേലെ പോകണ്ട, ചില സ്ഥലത്ത് കുറച്ചും കൂടി ഫീൽ കൂടുതൽ വേണം എന്നൊക്കെ പറയാനുള്ള ഒരു തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പാട്ട് ഒരു സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷന് വേണ്ട ഒരു പാട്ട് കണ്ടെത്തുന്നവനാണ് മ്യൂസിക് ഡയറക്ടർ. പലരും വിചാരിക്കണം പാട്ടിനെ കമ്പോസ് ചെയ്യാനുള്ള കഴിവ് ആണ് വേണ്ടതെന്ന് വിചാരിക്കും. പാട്ട് കമ്പോസ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്ന വെച്ചിട്ട് ഒരിക്കലും ഒരു സിനിമ മ്യൂസിക് ഡയറക്ടർ ആകാൻ പറ്റില്ല. അവൻ ആ സിറ്റുവേഷൻ കാണുമ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അതിനപ്പുറത്ത് ചിന്തിക്കാൻ പറ്റരുത്. അതായത് ആ സിറ്റുവേഷനും പാട്ടുമായിട്ട് മാറി നിൽക്കരുത്, അതുപോലെ ചേരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെൻസ് ഉള്ളവനാണ് ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടർ ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എൻ്റെ ഗൽബിലെ എന്നുള്ള പാട്ട്, ആ പാട്ട് ഞാൻ സ്റ്റുഡിയോയിൽ ലാൽമീഡിയയിലാണ് ആദ്യത്തെ പാട്ട് അതായിരുന്നു. ഓരോ പടത്തിൽ പൂജ സമയത്ത് ഒരു പാട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പൂജ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും വന്ന് കേട്ട പാട്ട് എൻ്റെ ഗൽബിലായിരുന്നു. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സാധനത്തിന് ആരും ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും ഉണ്ടായിരുന്നില്ല, സൂപ്പർ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ പ്രൊഡ്യൂസർ എന്നാണ് പൈസ മുടക്കിയ ആളല്ലേ, അവർക്ക് ഭയങ്കര നെഞ്ചുവേന ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ പാട്ടുകൾ അതുവരെയുള്ള പാട്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒസൈന, ഭയങ്കര ബഹളം പാട്ടാണ്, ഭയങ്കര ഹെവി ഓർക്കസ്ട്രേഷനൊക്കെ ഉള്ളൊരു പാട്ടാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ സിമ്പിളായിട്ടൊരു പാട്ട്. അപ്പോൾ പുള്ളിക്കാരത്ത് പ്രതീക്ഷ സാധനം കിട്ടിയല്ലോ പുള്ളിക്കാരത്ത്. താഴേക്ക് ഇറങ്ങിയപ്പോൾ സാറേ ഒന്ന് ലേഡിയാണ് എന്നെ വിളിച്ചിട്ട് ഒന്ന് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല സാറേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ പാട്ട് ചെയ്തത്, നമുക്കിഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടാക്കണമെങ്കിൽ ലളിതാനം ചെയ്യേണ്ടത്, സിനിമയുടെ ആ സിറ്റുവേഷൻ വേണ്ടിയാണ് ഒരു പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ കിട്ടിയോണ്ടിട്ടാണ് ആ പാട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കള്ള് ഷാപ്പിൽ നിന്ന് പാടുന്ന പാട്ട് എനിക്ക് അങ്ങനത്തെ പാട്ടിലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതിനൊരു അവിടെ പോയിട്ട് ഭയങ്കര വേറെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നത്. ആളുകൾ പറയാറുണ്ട് വളരെ പണ്ടത്തെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മെമ്മറിയിൽ നിൽക്കണം, അതങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതിൽ. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കടുകിട്ട് വറുത്തൊരു കടക്കെണ്ണ മടിച്ചെന്ന് പാട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അതേ പറ്റുള്ളൂ, അതാണ് കാര്യം. അതെ, ഇനി അങ്ങോട്ട് പോകും തോറും
മ്യൂസിക്കും എല്ലാം മാറുന്നു. നമ്മുടെ ഡ്രസ്സും ഇതെല്ലാം മാറുന്ന പോലെ തന്നെ സംഗീതത്തിനെല്ലാം മാറ്റം വരുന്നത് വെച്ചാൽ കഥയിൽ അങ്ങനത്തെ സിറ്റുവേഷൻ കുറഞ്ഞു പോകും. പിന്നെ പഴയ കഥകളൊക്കെ ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതിന് സാധ്യത വരും. ഇപ്പോൾ ഒരു ശങ്കരാഭരണം വന്ന പോലെ ഒരു മ്യൂസിക്കൽ പ്രാധാന്യമുള്ള സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ പാട്ടുകൾ അവിടെ നമുക്ക് കമ്പോസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം സാർ ഇതുപോലെ സെലിബ്രിറ്റീസ്, അതായത് ആക്ടേഴ്സ് സെലിബ്രിറ്റീസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന 2-3 പാട്ടുകളുണ്ട് സാറ് കമ്പോസ് ചെയ്ത്. അത് ലൈക്ക് ചിത്ര ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കംഫർട്ടബിലിറ്റി ലെവല് ആളെങ്ങനെയാണ്? നമ്മളുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്റ്റുഡൻസിനോടൊന്നുമില്ല, എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതാണ്, പക്ഷേ സ്റ്റുഡൻസല്ലേ കേൾക്കുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് മ്യൂസിക് ഡയറക്ടർ ആകാൻ കഴിയും, ഡോക്ടർ ആകാൻ കഴിയും, എഞ്ചിനീയർ ആകാൻ കഴിയും, എന്തുവേണമെങ്കിലും നമുക്ക് ആകാൻ പറ്റും ശ്രമിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരു നല്ല മനുഷ്യനാകുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കുറച്ചറിയാം, അതാണ് നമ്മൾ അതിനുവേണ്ടി. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ നല്ല മനുഷ്യൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജന്മം കൊണ്ട് ചിലവർ അങ്ങനെ ആയുള്ള ആളുകളുണ്ട്. അതായത് കണ്ടിട്ടില്ല, ചിത്ര ചേച്ചി ഏത് സമയം ചിരിക്കാണ്ട് കണ്ടിട്ടില്ല, ചിരിക്കുന്ന മുഖമാണ് അല്ലേ. അപ്പോൾ ചിത്ര ചേച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഇതിന് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കായിട്ട് ഇരിക്കില്ല, മ്യൂസിക് ഡയറക്ടറാണ് ഇരിക്കേണ്ടത്, വേണ്ട പുള്ളി ഇരിക്കുകയാണ്. അതായത് അവരുടെയൊക്കെ ഒരു തലമുറ വിശ്വസിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെ സ്ഥാനത്താണ്. അത് പ്രായം കൊണ്ടിട്ടല്ല, അത് ആ ഒരു സംഭവമുണ്ട്. അല്ലാണ്ട് വേറെ ഇപ്പോൾ പലരും അങ്ങനെയല്ല. സിനിമയിൽ പോലും ഡയറക്ടറാണ് ഏറ്റവും മെയിൻ ആൾ. പക്ഷേ സിനിമ നടൻ വലിയ ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡയറക്ടർ വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ. അത് മോശമൊന്നും നല്ലതിൻ്റെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഈ സംഗീതത്തിൽ അത് കൂടുതലാണ്. സംഗീതം ഞങ്ങൾക്കൊക്കെ ഉണ്ടത് ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനും മ്യൂസിക് ഡയറക്ടറാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജോൺസൺ മാഷ് മരിച്ചുപോയി. അതല്ലാത്ത ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളവരെ അറിയാതെ ഒരു ഗുരുസ്ഥാനത്ത് കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. എന്താ വെച്ചാൽ ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന ആ രീതിയിലാണ് ഒരു ഗുരുശിഷ്യ ബന്ധം. ഗുരുത്വം ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് വിശ്വസം. നമുക്കൊരു ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്തും ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല കഴിവൊക്കെ ഉണ്ടാവും. പക്ഷേ നാവിൽ നിന്ന് വരുന്നതോ എല്ലാം വികട സരസ്വതി എന്നൊക്കെ പറയില്ലേ, അതായിരിക്കും വരുന്നത്. അപ്പോൾ ചിത്രനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു സംഭവം ആ ഗുരുവായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നിയൊരു സംഭവമുണ്ട്. ചിത്ര ചേച്ചിയുടെ ചെല്ലത്താമര എന്നൊരു പാട്ടുണ്ട്. അതിലെ ഒരു ഹിന്ദി പോർഷൻസ് ഉണ്ട്. ചിത്ര ചേച്ചി ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഹിന്ദി പോർഷൻസ് സംഗീത എന്നുള്ളൊരു കുട്ടിയെ പാടിയത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് നന്നായിട്ട് പാടിയതെന്ന് മനസ്സിലായി. അപ്പോൾ ചിത്ര ചേച്ചി അതിന് നന്നായിട്ട് പാടാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് കേട്ടപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു, അത് നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ സാറേ, അത് തന്നെ പോരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ഭയങ്കര ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു നല്ലൊരു ഇതുണ്ടെങ്കിൽ അവരെ വേണമെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ സാധാരണ മിക്കവാറും ഏത് സിംഗറാണെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കില്ല. എന്താ വെച്ചാൽ അത് മോശമാവില്ല എന്ന് കരുതി വിചാരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കരുതിയത്. നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കും സന്തോഷമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തന്നെ ഇരിക്കട്ടെ വോയിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദി പോർഷൻസ് അതൊരു വേറെ കുട്ടിയാണ്. ചിത്രിച്ച് പാടിയില്ല. അത് വലിയ മനസ്സാണ്, അത് സാധിക്കില്ല ആർക്കും. നമ്മളെല്ലാം സംസാരിക്കാനൊക്കെ എല്ലാവരും വലിയ ഡയലോഗ് അടിക്കുമായിരിക്കും. പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് പൊസിഷന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയൊക്കെ നമ്മളുടെ ക്യാരക്ടർ, നിലവിലുള്ള ക്യാരക്ടർ ഒന്ന് മാറിപ്പോകുന്നു. അപ്പോൾ അതൊക്കെ ചിത്രചേച്ചി എനിക്ക് പഠിക്കേണ്ടതാണ്. അതാണ് എനിക്ക് വേണം ഒരു പാട്ടുകാരനെക്കാട്ട് പിരിയായിട്ട് എനിക്കിഷ്ടം അതാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന് ഏറ്റവും വർക്ക് ചെയ്യാൻ കംഫർട്ടബിളായി ഫീൽ ചെയ്തിട്ടുള്ള ഒരു മെയിൽ സിംഗറും ഒരു ഫീമെയിൽ സിംഗറും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും പറയാ? ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഒരാളെന്നുള്ള സംഭവമില്ല എനിക്ക്. അങ്ങനെയല്ല, എപ്പോഴും മാറി മാറിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇപ്പോൾ സുജാത ചേച്ചി എനിക്ക് വേണ്ടി പാടാനായിട്ട് വരുമ്പോൾ പുതിയ പിള്ളേർ പോലെ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി തലേന്ന് തന്നെ വന്ന് റൂമെടുത്ത് താമസിക്കും, ഒരു ദിവസം മുമ്പ് തന്നെ. എന്നിട്ട് അതിനുവേണ്ടി മെൻ്റലി പ്രിപ്പയർ ചെയ്ത് ഓക്കെ അതിന് ശേഷം സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്നത്. അത് വലിയ കാര്യമല്ല, അത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡാണ് അല്ലേ. അല്ലെങ്കിൽ നേരിട്ട് വന്ന് പാടുകയല്ലേ ചെയ്യണം. അത് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. സുജാത ചേച്ചി അസാധ്യമായിട്ട് പാടുന്ന പാട്ടുകാരിയല്ലേ. പക്ഷേ അങ്ങനെ കാണാം. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണ്. വേറെ ആൾ നേരിട്ട് വന്ന് പാടുമെന്ന് വെച്ചിട്ട് അവർ മോശക്കാരൊന്നും അല്ല. അതാണ്. അല്ല, മൈൽ സ്റ്റോൺ ആയിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിംഗർ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതേ ഫസ്റ്റ് ഇതിൽ ആ ഔട്ട് കിട്ടി എന്ന് തോന്നിയ ഒരു സിംഗർ? നമുക്ക് ഏത് പാട്ടും ചിത്രകാരന്മാർ
മോഡേൺ ആർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ മനസ്സിലൊരു ചിത്രം ഇങ്ങനെ മനസ്സിൽ തോന്നും. എന്നിട്ട് അത് വരുത്താൻ വേണ്ടി പെയിൻ്റൊക്കെ വെച്ചിട്ട് ചെയ്യും. എത്രത്തോളം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ 100% ആവില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു 60% കിട്ടണമെന്നാണ് കാര്യം. അതിൽ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സിംഗേഴ്സ് ആണെങ്കിലും മറ്റുള്ള ഓർക്കസ്ട്ര വായിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ വിഷമം വരും. എനിക്ക് ഫീലിങ്സ്, ഒരു കണ്ണുനീര് വരാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഞാനത് ഒരു 90% വരെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ അവരെ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ നേരിട്ട് പാടിക്കാറില്ല. പാട്ടുകാർ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറയും. എന്നിട്ട് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ വന്നപ്പോൾ അത് ഉണ്ടായില്ല, അതുകൊണ്ട് പേടി വന്നെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ നിങ്ങളുടെ ഇത് വേറെ ഫീൽഡിലാണ് വേണ്ടി ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ പാട്ടൊക്കെ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, ഈസി ആയിട്ട്. അത് നമ്മളുടെ ഒരു ഇതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് പാടാനായിട്ട് തോന്നില്ല, അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി, അവർക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നില്ല, ഈസി ആയിട്ട് തന്നെ. അതായത് എന്താണ് അതിലേക്ക് അവർ ഇതിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ, ഒരു പാട്ട് ആദ്യം മ്യൂസിക് ഡയറക്ടറിൻ്റെ ആണ്, പിന്നീട് അതിൻ്റെ ലിറിക്സ് ഒരാൾ എഴുതുമ്പോൾ അത് ലിറിസിസ്റ്റിൻ്റെയായി മാറണം. മൂന്നാമതൊരു പാട്ടുകാരൻ പാടുമ്പോൾ അയാളുടെയും മാറണം. നാലാമത് എന്താണ്, ആ ജനങ്ങളെ ഏറ്റെടുക്കുകയാണ്. ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൽപ്പിലെ എന്നുള്ള പാട്ട് ഞാനൊന്ന് മാറ്റി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അത് എൻ്റെ ആണെന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. അതായത് ഇതുപോലെയാണ് നമ്മൾ വിഗ്രഹങ്ങൾ ശില്പിയാണ് ഉണ്ടാക്കുന്നതെന്നുകൊണ്ട് വലിയ കാര്യമുണ്ടോ? അതവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം പുള്ളിക്ക് തോന്നണം ആ മൂക്ക് കറക്റ്റായിട്ടില്ല, ഒന്ന് തരുമോ, ഒന്ന് കൊത്തി ശരിയാക്കിട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? കിട്ടില്ല. ഞാൻ സാറിൻ്റെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, അതായത് മ്യൂസിക്കിനെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ, ഒരു 1 to 2 minutes ഉള്ളൊരു വീഡിയോ. അതിൽ സാറ് പറയുന്നൊരു കാര്യം, മ്യൂസിക് ഒരു തെറപ്പിയാണ്, മെൻ്റലിയും ഫിസിക്കലിയും നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ഹീൽ ചെയ്യാൻ പറ്റും. എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ ചെറിയ രീതിയിൽ? ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ മ്യൂസിക് തെറാപ്പിയിലേക്ക് വരുന്നത്, ഞാൻ ചെറിയ പ്രായം പോലെ തന്നെ എനിക്ക് മ്യൂസിക് തെറാപ്പിയോട് ഭയങ്കര ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം, ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഗീതം കൊണ്ടിട്ട് മഴ പെയ്ച്ചെന്നും വിളക്ക് എത്തിച്ചെന്നൊക്കെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അതിലേക്ക് വരാണ്ട് സ്പിരിറ്റ് ഉണ്ടായത്. അപ്പോൾ അത് പണ്ടുണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ ശരിയാണോ നല്ലതുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഇതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ ചിന്തകൾ വരും. അതായത് ഈശ്വരനുണ്ടെന്ന് പറയുന്നു, തെറ്റ് ചെയ്യാൻ നമുക്ക് ശിക്ഷ കിട്ടും, തെറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ തെറ്റ് നല്ലൊരു മനുഷ്യനാക്കി ആകട്ടെ എന്ന് ദൈവം പറഞ്ഞാൽ, ദൈവം സർവശക്തനാണ്, എല്ലാ കഴിവുണ്ടെന്ന് പറയുകയാണ്. നീ ഒരു നല്ല മനുഷ്യനാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ, ദൈവത്തിന് പറ്റുമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും ഒരു പ്രായത്തിൽ. എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു, പക്ഷെ നമ്മളുടെ കൺമുന്നിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിയുമോ? അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമവും എല്ലാം ഞാൻ എപ്പോഴും ചെറിയ പ്രായം പോലെ തന്നെ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പാണ് കലാഭവനം മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ടീച്ചേഴ്സിനെല്ലാം വിളിച്ചു കൂട്ടി. അന്ന് ഇന്നത്തെ അലക്സ് പോളായിട്ട് എല്ലാവരും കാണുന്നത്, അവർക്കറിയില്ലല്ലോ ആ മ്യൂസിക് ഡയറക്ടർ ആവുന്നൊന്നും അറിയില്ല. എങ്കിലും ടീച്ചേഴ്സൊക്കെ ആയതുകൊണ്ടിട്ട് എന്താണെന്നറിയില്ല, അലക്സ് പോൾ സാർ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ലഡുവൊക്കെയും ചായയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആളെ വിളിച്ചു കൂട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങണം. നമ്മുടെ ഒരു മ്യൂസിക് ടീച്ചേഴ്സിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത്, മ്യൂസിക് ഇല്ലാത്തവരെയാണ് മ്യൂസിക് പഠിപ്പിക്കേണ്ടത്. നമ്മൾ അതായത് പാട്ടുപാടാൻ കഴിയില്ലാത്തവരെ നമ്മൾ മ്യൂസിക് പഠിപ്പിക്കാൻ ശ്രമിക്കണം. സംഗീതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവം നന്നാക്കാൻ നല്ലതാണത്. അപ്പോൾ നന്നാക്കാൻ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ സംഗീതം വളരെ നിർമ്മലമാണ്. ഇപ്പം നിർമ്മലമായൊരു സാധനം നമ്മുടെ ശരീരത്തിൽ, ഇപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ സ്വഭാവം നന്നാവും. വൃത്തിയായിട്ട് ഭക്ഷണം കഴിച്ചാൽ അതുപോലെ ആയിപ്പോവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്. അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മ്യൂസിക് പാടാൻ കഴിയില്ലാത്ത ആളുകൾക്ക് പാട്ട് പഠിപ്പിക്കാൻ അവർക്ക് പാടാൻ പറ്റിയാൽ അവർക്ക് ഭയങ്കരമായ അനുഭവം ഇരിക്കും. അവരപ്പോൾ അറിയാണ്ട് ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് വരും അവർ. അപ്പോൾ അവർക്ക് പലരും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്നോ ഒന്നും തോന്നില്ല. അങ്ങനെ ഒരു ലോകം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ ഞാൻ വലിയ ഡയലോഗ് വിട്ടു, പക്ഷെ ആ പ്രസംഗം ഏറ്റില്ല. എല്ലാവരും എന്നെ കളിയാക്കി. സംഗീതം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ
സംഗീതം എന്ന് പറയുന്നത് 7 ജന്മങ്ങൾ കഴിഞ്ഞാൽ ലഭിക്കുന്നതാണെന്നും എല്ലാവർക്കും അത് കിട്ടില്ല എന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കളിയാക്കിയാണ് ചെയ്തത്. നടന്നില്ല. അപ്പോൾ അതെനിക്കൊന്ന് പ്രാവർത്തികമാക്കണമെന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഞാനത് സംഗീതത്തിൻ്റെ ഇങ്ങനെ യാത്രയിൽ മ്യൂസിക്കിലേക്ക് ആണതിന് മുമ്പ് എനിക്ക് അതിലേക്ക് എത്തിക്കാനുള്ളൊരു സംഭവം എനിക്ക് കിട്ടി, ഒരാശയം കിട്ടി. പണ്ട് യുറേക്കാന്ന് ഓടിയെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓടിയില്ലെങ്കിലും ഭയങ്കര ഞാൻ ആനന്ദിച്ചത് കിട്ടിയപ്പോൾ. അതായത് സംഗീതം കൊണ്ടിട്ട് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഉറക്കത്തിൽ. ആ സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ എല്ലാവരും കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. കഴുത്തിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നു. ബെൽറ്റ് ഇട്ടാണ് എന്തിൻ്റെ ബെൽറ്റാന്ന് വെച്ചാൽ സ്പോൺലൈറ്റിസ്, നെക്ക് സ്പോൺലൈറ്റിസ് എന്ന അസുഖമുണ്ട്. അതായത് ഇപ്പം എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ്, സാധ്യത കൂടുതലാണ്. ഈ മൊബൈലൊക്കെ ഒരുപാട് നോക്കി കുനിഞ്ഞിന് നോക്കി ഇവിടെ പെയിൻ ഇതൊക്കെ വരും. അവസാനം ബെൽറ്റ് ഇടേണ്ടി വരും. ഇതിന് മരുന്നൊന്നുമില്ല, ഇവിടെ തേയ്മാനമാണ്. അപ്പോൾ ഇതെനിക്കുണ്ടായിരുന്നു. എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അന്ന് എനിക്ക് ബൈക്കാണുള്ളത്, സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ ക്ലാസ് എടുക്കാതിരിക്കാനും പറ്റില്ല, ഒരുപാട് പിള്ളേർ തിരിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഈ സർക്കസിലെ ഇതില്ലേ, എന്താണ് മൃഗത്തിനൊക്കെ കൊണ്ട് വണ്ടി ഓടിക്കാൻ കണ്ടിട്ടില്ലേ, സ്കൂട്ടർ ഓടിക്കണത്, അതുപോലെ എല്ലാവരും പിടിച്ച് വണ്ടി കയറ്റിയിരുത്തും. ഇരുത്തിട്ട് ഇങ്ങനെ ഓടിച്ച് പോയിട്ട് ക്ലാസ്സിൽ തിരിച്ചു വരും. അങ്ങനെയൊക്കെ വേദന ഉണ്ടാവും. ഇത്തിരി പെട്ടെന്നൊരു ഓടിച്ചിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഹിക്കാൻ പറ്റില്ല, ഭയങ്കര പെയിനായിരിക്കും. അങ്ങനെ ഞാൻ ആ കാലഘട്ടം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ 1 മാസത്തോളമായിട്ടുണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബെൽറ്റ് ഇടണം, ഇത് മാറുമൊന്നുമില്ല, അങ്ങനെയുള്ളൊരു അസുഖമാണ്. ഞാൻ വെളുപ്പിനെ ഞാൻ സ്വപ്നം കണ്ട് എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഈ അസുഖമാണ്. ഞാൻ അവിടെ നിന്നിട്ട് പ്രത്യേക രീതിയിലുള്ള നോട്ടുകളിലൂടെ ഇത് മ്യൂസിക് ചെയ്യാണ്. നിലവിൽ കേൾക്കുന്ന പാട്ടേ അല്ല, പക്ഷെ എനിക്കറിയാം എൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ അറിയാം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും മാറുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ സത്യത്തിൽ സ്വപ്നത്തിൻ്റെ പിന്നിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഈ സ്പോൺലൈറ്റ് പിന്നെ 1 മാസത്തോളം എനിക്ക് അനങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ 1 മാസത്തോളം ഉണ്ടാവും. പിന്നെ പതുക്കെ കുറഞ്ഞിട്ട് ശരിയാവും. ഒരു 4 മാസം കഴിഞ്ഞ് പിന്നെയും വരും. അങ്ങനെയാണ്. കുറേ നാൾ കഴിയുമ്പോൾ സ്ഥിരമാവും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായി പോകും. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കുകയാണല്ലോ, തനക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം എനിക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ നിലവിൽ കേൾക്കുന്ന മ്യൂസിക് നോട്ടുകളല്ല, വ്യത്യാസമുണ്ട്. എൻ്റെ ഫ്രീക്വൻസി എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്താണെന്ന് വിചാരിക്കും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കട്ടിലേന്ന് എഴുന്നേറ്റ് പോയിട്ട് എൻ്റെ റൂമിൻ്റെ വാതിലടച്ച് ഞാൻ കേൾക്കാണ്ടിരിക്കാനായിട്ട്. എന്നിട്ടും പോരാ, ഞാൻ ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ വേദന മാറി, കഴുത്തക്കനോ ഓടിക്കാൻ പറ്റുന്ന എല്ലാം മാറി ശരിയായി. പിന്നെ സഹിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് സന്തോഷം കൊണ്ടിട്ട്. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ സംഗീതമാണ് ദൈവത്തിനോട് ഞാനെപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ മ്യൂസിക് തെറാപ്പിയിലേക്ക് ഇറങ്ങാം, പക്ഷെ എനിക്ക് യേശുക്രിസ്തു പോലും വന്നിട്ട് അത്ഭുതം ചെയ്തപ്പോഴാണ് പുള്ളിനെ വിശ്വസിച്ച ആൾക്കാർ. കേവലം അലക്സ് പോൾ അത്ഭുതം കാണിക്കാണ്ട് ആര് വരാനാണ് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങും, 100% ഇറങ്ങാൻ തീരുമാനിക്കുന്നു. എനിക്ക് മാറി. അതിനുശേഷം ഞാനിത് എന്താണെന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ ഇനി വേറെ ഞാൻ അസുഖമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അന്വേഷിച്ചപ്പോൾ 2 അറിയുന്നത് വരുന്നു. 3 മണിക്കൂർ കൊണ്ട് മാറും. അടുത്ത ആൾ ഇരുന്ന് അയാളുടെ മാറും. എത്ര 15-20 വർഷം പഴക്കമുള്ളേക്കാണ് മാറിപ്പോണം. 3 മണിക്കൂർ കൊണ്ട് മാറി. അങ്ങനെ അതിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് സിനിമ വരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക്, അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് മ്യൂസിക് ഡയറക്ടർ ആകാന്നുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെ സിനിമ വരുമ്പോൾ അതിലേക്ക് പോയി. അല്ല അതാണ്. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചെന്ന് വെച്ചാൽ എന്നെ കേരളം ഒട്ടുക്ക് അത്ര നമ്മളന്ന് ആഗ്രഹിച്ചുള്ളൂ കേട്ടോ. ലോകം മുഴുവൻ എന്നുള്ള ചിന്തിച്ചില്ല. അറിയപ്പെടുന്ന ഒരു സംഭവം വരുമ്പോൾ ഞാൻ ഇതിലേക്ക് തിരിയാം. മനസ്സിൽ എപ്പോഴും നമുക്കൊരു കുറ്റബോധം ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്പന്മാരോട് പറയല്ലേ ഞാൻ ഡിഗ്രി എടുക്കാം അപ്പം, അതിനുശേഷം എനിക്കിതൊന്നും ഞാൻ പോയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമുള്ള വിഷയം എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് സിനിമ ചെയ്യാൻ പോയി. ഭാഗ്യമാണോ നിർഭാഗ്യമാണെന്നറിയില്ല, എല്ലാ പടം ഹിറ്റാണ്, പാട്ടൊക്കെ ഹിറ്റ്. പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുള്ള ക്ലാസ്മേറ്റ്സൊക്കെ വരുമ്പോൾ 6 സിനിമകളൊക്കെയാണ് ഒരുമിച്ച് ചെയ്യണത്. 6 പടങ്ങളിലെ വർക്കുകൾ ഒരുമിച്ച് അടയ്ക്കുകയാണ്. അപ്പം അത്ര ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അതിലേക്ക് പോയില്ലേ ശരിയാവില്ല എന്ന് തോന്നുന്നു. ഞാൻ തന്നെ വീട്ടുകാരെന്ന് അറിയിച്ചില്ല, എൻ്റെ ഫോൺ നമ്പറൊക്കെ എടുത്ത് മാറ്റി വിളിച്ചാൽ പിന്നെ വരില്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ മാറിയിട്ട് തെറാപ്പിലേക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് ഇറങ്ങി 1500ഓളം പ്രോഗ്രാമുകൾ ചെയ്തു. അത് സർക്കാരിൻ്റെ തന്നെ 600 ജില്ലാ പ്രോഗ്രാം ചെയ്തതാണ്. ഓൾ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ല, എല്ലാ സ്ഥലങ്ങളിലും മാത്രമേ ചെയ്തു. ഇന്ത്യ ഒട്ടുക്കിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം.
പക്ഷേ ഈശ്വരൻ നീ സിനിമയിൽ തന്നെ നിൽക്കണമെന്ന് പറയണ പോലെ എനിക്ക് തോന്നി കൊറോണ വന്നപ്പോൾ. കൊറോണ ആൾക്കൂട്ടം പാടില്ല എന്ന് തോന്നി. ഞാൻ ആൾക്കൂട്ടത്തിലാണ് ചെയ്തിരുന്നത്. മറ്റേ നമുക്ക് വർക്കൗട്ട് ആവില്ല. ഒരാൾക്ക് വേണ്ടി 3 മണിക്കൂർ കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു പൈസ മേടിക്കാറില്ല അതിന്. അപ്പോൾ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഗ്രൂപ്പിൽ ചെയ്യാൻ തുടങ്ങി. ഗ്രൂപ്പിൽ ഡിഫറെൻ്റ് ആയുള്ള ആളുകൾക്ക്, ഡിസിഷനുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഓട്ടിസ്റ്റിക് കുട്ടികൾ, അൾഷിമേഴ്സ് ആളുകൾ, പിന്നെ പെയിൻ റിലീഫ്, അതായത് ക്യാൻസർ പേഷ്യൻസൊക്കെ വേദനയില്ലേ, ഒരു ദിവസം കൊണ്ട് വേദന മാറിപ്പോകുന്ന ഒരു സംഭവം. അങ്ങനെയുള്ള പ്രോഗ്രാമുകളായിരുന്നു. അങ്ങനെ അത് ഇത്തരം പ്രോഗ്രാം ചെയ്യുമ്പോൾ കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ അന്ന് മിനിമം ഒരു 500 മുതൽ 2000 ആളുകളൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ചെയ്യണത്. ആൾക്കൂട്ടം പാടില്ല. ആ സംഭവം വന്നപ്പോൾ ഞാൻ നിർത്തേണ്ടി വന്നു. ഞാൻ വെറുതെ ഇരുന്നില്ല. ആ സമയത്ത് കൊറോണ വന്ന സമയത്ത് ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ആയിട്ടാണ് ചെയ്തിരുന്നത്. നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഫുഡ് വിതരണം പരിപാടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് അസുഖം വന്നില്ല, എൻ്റെ വൈഫിനും വന്നില്ല, കൊറോണ ബാധിച്ചില്ല. ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ല, ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് ഞാൻ പറയണില്ല. ഞങ്ങൾക്ക് അസുഖം വന്നില്ല. ഞാൻ പുറത്ത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാനൊക്കെ ആയിട്ട് നടന്ന് ആ 3.5-4 മാസത്തോളം പുറത്ത് വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നി ആൾക്കൂട്ടം പറ്റൂലല്ലോ. അങ്ങനെ അപ്പോൾ സിനിമയിലേക്ക് എന്നെ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ പോകണം എന്ന് പറയണ പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിലേക്ക് പിന്നീട് തിരിഞ്ഞെന്ന് വെച്ചാൽ മ്യൂസിക്കലല്ല, ഇപ്പോൾ സംവിധാനം, സിനിമ സംവിധാനം, കംപ്ലീറ്റ് കാര്യങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരു സിനിമ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ മ്യൂസിക്കും എല്ലാം വരുന്നതല്ലേ. അങ്ങനെ അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം ഇരിക്കുന്നത്. പുതിയ വിശേഷങ്ങൾ ഞാനിത് അനൗൺസ് ചെയ്യാറാകത്തോണ്ടിട്ടാണ് പറയാത്തത്. എൻ്റെ സിനിമ വരുന്നുണ്ട്. എൻ്റെ മകള് തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ അതുകൂടാണ്ട് നന്ദിയോടെ ഓർക്കേണ്ട ഒരു സ്ഥാപനമാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അതിൽ 2 പിള്ളേർ, അതിൽ നായകനും നായികയും ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.